സംഗതി പോലീസായാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പഠിക്കുന്ന കാലത്ത് ഒക്കെ ഞാനും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. പോലീസായാൽ രക്ഷപ്പെട്ടു, പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനായാൽ രക്ഷപ്പെട്ടു. IAS IPS ആയാൽ പിന്നെ പേടിക്കാനേ ഇല്ല. ഒരു IAS കാരൻ്റെ കഥ നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്, പ്രശാന്ത് ബ്രോയുടെ കഥയൊക്കെ വായിക്കുന്നുണ്ട്. മേലധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടോമൻ ജെറിയിലെ പൂച്ച എലിയായിട്ട് ഓടിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ പാവം പ്രശാന്തിനെ ഇട്ട് ഓടിക്കുന്ന കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു അനസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ കുറിച്ചാണ്. 2-3 ദിവസമായി അനസിൻ്റെ വാർത്ത പല ഓൺലൈനിലും ഒക്കെ നിങ്ങൾ വായിച്ചു കാണും. അനസ് നല്ലൊരു പോലീസുകാരനായിരുന്നു, നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലീസുകാരൻ. അനസിനിട്ടൊരു പണി കൊടുത്തു. അനസ് തീവ്രവാദിയാക്കി, അനസിനെ അങ്ങ് തീവ്രവാദിയാക്കി. തീവ്രവാദി അനസിനെ എന്ത് ചെയ്തു? ഒരു അന്വേഷണവും ഇല്ലാതെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? ഡിസ്മിസും ചെയ്തു. തീർന്നില്ലേ? അനസിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, 2 കൊച്ചുമക്കളുണ്ട്. അനസിനൊരു സഹോദരനുണ്ട്. ഇടുക്കി വണ്ണപ്പാറയിലാണ് അനസിൻ്റെ വീട്. അനസ് തീവ്രവാദി എന്നറിഞ്ഞതോടെ അനസിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ രാജ്യസ്നേഹമൂത്ത സംഘടന ഉണ്ടല്ലോ, സംഘി സംഘടന BJP, അവന്മാർ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു. അനസ് പ്രാണനും കൊണ്ട് അർബുദ രോഗിയായ അമ്മയെയും പറക്കമുറ്റാത്ത മക്കളെയും ഭാര്യയെയും അനുജനെയും വിളിച്ച് അവിടെ നിന്ന് പലായനം ചെയ്തു. തിരിച്ച് അനസ് വന്ന് വീട്ടിൽ നോക്കുമ്പോൾ അനസിൻ്റെ വീടിൻ്റെ ഗേറ്റ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു, ജനൽ ചില്ലുകൾ തകർത്തിരിക്കുന്നു. ഇതൊക്കെയാണ് അനസ് കാണുന്ന കാഴ്ച. ഒരു പോലീസുകാരനാണ്, ചെറുപ്പക്കാരനാണ്. എന്താണ് സംഭവിച്ചതെന്ന് അനസ് ആലോചിച്ചു. അനസ് എന്ത് തെറ്റ് ചെയ്തു? അനസ് ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചു. അനസ് ഇങ്ങനെ ആലോചിച്ചു, എന്തിനാണ് എന്നെ തീവ്രവാദിയാക്കിയതവർ? ഞാൻ തീവ്രവാദിയാണോ? അല്ലേ അല്ല. ഈ പറയണ ഏതെങ്കിലും സംഘടനയുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? അനസ് ഇങ്ങനെ ആലോചിച്ചിട്ട് അനസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു പരാതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീതി നടപ്പിലാക്കി തരണം സാർ, എനിക്കിതൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല, പക്ഷേ എന്നെ ഇവർ തീവ്രവാദിയാക്കി സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുകയാണ്. എൻ്റെ ഒറ്റ വരുമാനം കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. അർബുദ രോഗിയായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം, മറ്റ് 2 മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ നോക്കണം, അനുജനെ നോക്കണം. വീട് നടന്നു പോകുന്നതൊക്കെ ഈ വരുമാനം കൊണ്ടാണ്. ഞാൻ എൻ്റെ അറിവിലോ എൻ്റെ മനസാവാച അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പോൾ ട്രിബ്യൂണലിലുള്ള ആളുകൾ ചോദിച്ചിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? ഇതാ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോഴാണ് അനസിന് കാര്യങ്ങൾ പിടികിട്ടിയത്. അനസ് ഇങ്ങനെ ചികഞ്ഞ് നോക്കി. അനസ് സർവീസിൽ നല്ല പേരുള്ള ഉദ്യോഗസ്ഥനാണ്. അനസ് വർക്ക് ചെയ്തിരുന്നത് ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലാണ്. ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അനസ്. അപ്പോൾ ആ കരിമണ്ണൂർ സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗം ചെയ്തിട്ട് വീട്ടിൽ വരുന്നു, വണ്ണപ്പാറ വരുന്നു. വീടിനടുത്ത് ഒരു ഗ്രൗണ്ടുണ്ട്, പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിക്കും. അനസും പിള്ളേർക്കൊപ്പം, പോലീസിലൊക്കെ ജോലി കിട്ടിയാലും ഇന്ന് അവധി ദിവസമൊക്കെ പിള്ളേർക്കൊപ്പം ഒക്കെ പോയി അവിടെയൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കും. നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനാണ് അനസ്. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ, ഇടുക്കി ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇടുക്കി ഗോൾഡ് കച്ചവടം അങ്ങിങ്ങായി നടക്കുന്നുണ്ടെന്ന് അനസിനൊരു സൂചന കിട്ടി. അനസ് പോലീസുകാരനല്ലേ? ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ അനസ് ഈ പിള്ളേർക്ക് യവന്മാർ കഞ്ചാവൊക്കെ കൊണ്ടു കൊടുത്താൽ മോശമല്ലേ? അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാൻ അനസ് എല്ലാ ദിവസവും കാണണമെന്നില്ലല്ലോ. അവധി ദിവസങ്ങളിൽ മാത്രമേ അനസ് ആ ഗ്രൗണ്ടിൽ പോകാറുള്ളൂ, ക്രിക്കറ്റ് കളിക്കാൻ ഒപ്പം കൂടാറുള്ളൂ. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന സ്കൂൾ കുട്ടികൾക്കും കൗമാരക്കാർക്കുമൊക്കെ ഇടുക്കി ഗോൾഡ് എന്ന ചരക്ക് ആളുകൾ, ചില മഹാന്മാരെത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് അനസ് മനസ്സിലാക്കുന്നു. അപ്പോൾ അനസിൻ്റെ ഒരു നിരീക്ഷണം അവിടെ വന്നു. എന്നിട്ട് അനസ് പറഞ്ഞു, ചില നാട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് തന്നെ അറിയിച്ചേക്കണേ, നമുക്ക് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് അവന്മാരെയൊക്കെ പിടിക്കാം, നമ്മുടെ പിള്ളേരല്ലേ, അവന്മാരൊക്കെ നേരെ പോണ്ടേ എന്നൊക്കെ അനസ് ഒരു സാമൂഹിക പ്രവർത്തകനും പോലീസുകാരനുമല്ലേ. അനസിൻ്റെ ഉള്ളിലെ ആ പോലീസുകാരനെ ഉണർന്നു. ഒരു ദിവസം അർദ്ധരാത്രി അനസിൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നു, ഷാനവാസ് എന്ന അയാളുടെ പേര്. ഷാനവാസ് പറഞ്ഞു, അളിയ മച്ചമ്പീതാണ്ട് അവിടെ 2 പേര് രാത്രി ബൈക്കിൽ വന്ന് കറങ്ങി കേട്ടോ, അമ്മയുടെ ബൈക്കിൻ്റെ നമ്പർ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് 2 ബൈക്കിൻ്റെ നമ്പർ അനസിന് കൈമാറുന്നു. എന്നിട്ട് യുവന്മാർ ആരാണെന്നൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം, യുവന്മാരാണ് അവിടെ ഈ കഞ്ചാവൊക്കെ എത്തിക്കുന്നതെന്ന് ഒരു വിവരമുണ്ട്, ഒരു റൂമറുണ്ട്. അനസ് ഉടനെ ഇത് ആർക്ക് കൊടുത്തു? ട്രാഫിക് കൺട്രോൾ റൂമിൽ കൊടുത്തിട്ട് യുവന്മാരുടെ ഈ RC ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നു, പേര് വിവരങ്ങളൊക്കെ എടുത്തിട്ട് ആ വിവരം ഷാനവാസിന് വാട്സപ്പ് ചെയ്യുന്നു. പോലീസുകാരൻ സാധാരണ ചെയ്യുന്ന ഒരു നടപടി. യവന്മാരാണ് ഇതൊക്കെ, ഈ വണ്ടിയുടെ ഓണർമാർ. യവന്മാർക്ക് കഞ്ചാവുമായിട്ട് ബന്ധമുണ്ടോയെന്നൊന്നും അറിയില്ല, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഷാനവാസ് ലോക്കൽ കക്ഷിയാണ് അവിടുത്തെ. അനസിൻ്റെ പണി നോക്കി കരിമണ്ണൂർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വരുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ഇതിനിടയിൽ ആ ഭാഗത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഒരു അടിപിടി നടക്കുന്നു, ഒരു കശപിശ. ഒരു സ്വകാര്യ ബസ്സിൻ്റെ ഡ്രൈവറെ SDPI കാരന്മാരെടുത്തിട്ട് ഇടിക്കുന്നു.
ആ ഇടിച്ച കൂട്ടത്തിൽ ആരുണ്ട്? നമ്മുടെ ഷാനവാസും ഉണ്ട്. ആ അനസിൻ്റെ കൂട്ടുകാരൻ ഷാനവാസ് SDPI കാരനാണ്. പോലീസ് ആ കേസിൽ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറെ ഇടിച്ച കേസിൽ ഷാനവാസിനെയും പൊക്കി അകത്താക്കുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ പരിശോധിച്ച കൂട്ടത്തിൽ SDPI ഒരുതരം തീവ്ര സ്വഭാവമുള്ള സംഘടനയാണല്ലോ. അത് നല്ല സംഘടനയൊന്നും അല്ലെന്ന് നമുക്കറിയാം. നല്ല സംഘടന അവന്മാരുടെ സ്വഭാവം ഇച്ചിരി മോശമാണ്. അവന്മാരുടെ നേതാവിനെ ഇപ്പോൾ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവന്മാരുടെ കൂട്ടത്തിൽ ഷാനവാസും ഉണ്ട്. ഷാനവാസ് ഇച്ചിരി നന്മയൊക്കെ ഉണ്ടെങ്കിലും അനസിൻ്റെ കൂട്ടുകാരനാണെങ്കിലും ഷാനവാസിൻ്റെ മൊബൈലിൽ അനസ് ആരുടെ നമ്പർ കൊടുത്തിരിക്കുന്നു? 2 പേരുടെ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് സ്ഥലത്തെ പ്രധാന RSSകാരുടെ നമ്പരാണ്, പേരാണ്. തീർന്നില്ലേ കഥ? ഇത് കണ്ടതാരാണ്? സംഘിയായ പോലീസുകാരൻ. അനസ് മുസ്ലിം, അനസിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരാരാണ്? ഒരു സംഘി, കഴപ്പുമൂത്ത ഒരു സംഘിയാണ്. ഞാൻ അങ്ങനെ കഴപ്പുമൂത്ത എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവനെന്തോ വിരോധമാണെന്ന്. അങ്ങനെയല്ല. പോലീസായി കയറി കഴിഞ്ഞാൽ പിന്നെ ഇമാതിരി പരിപാടിക്കൊന്നും പോകരുത്. അങ്ങനെ ജാതി, മതം, വർഗം, വർണ്ണം ഇതൊന്നും ഈ പോലീസുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാക്കി ഇട്ട് കഴിഞ്ഞാൽ കാക്കി ആയിരിക്കണം, പോലീസായിരിക്കണം. അതങ്ങനെ തന്നെ ആയിരിക്കണം, ജെന്യുവിനായിരിക്കണം. ഏത് ഉദ്യോഗമായാലും മനുഷ്യനായാലും മനുഷ്യനായിരിക്കണം. അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കരുതി അനസ് എന്താണ്, സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരായ 2 RSSകാരുടെ പേര്, നമ്പര്, വണ്ടി നമ്പർ എല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? ഷാനവാസ് എന്ന ഈ ഭീകരന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അനസ് ആരുമായിട്ട് ബന്ധമുണ്ട്? SDPIക്കാർ ബന്ധം. മറ്റേ അവൻ ഉടനെ റിപ്പോർട്ട് ചെയ്തു മുകളിലോട്ട്. അനസിൻ്റെ തൊപ്പി തെറിക്കാൻ എന്ത് വേണം? വല്ലതും വേണോ? അനസിന് ഭീകര സംഘടനയുമായി ബന്ധം, തീവ്രവാദി. അതാണ് കേസ്. അനസ് അയ്യോ പൊത്തോ എന്ന് ട്രിബ്യൂണലിൽ കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് നടന്നതിൻ്റെ പൊന്ന് സാറേ, സാറ് വന്ന് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി അനസിന് വേറെ ബന്ധമൊന്നുമില്ല. ഈ ഒരു സംഭവത്തിലാണ് ഇവന് നമ്പരും ഈ വിവരങ്ങൾ കൈമാറിയത്. പിന്നെ അനസ് വിവരാവകാശ നിയമപ്രകാരം എടുത്തു കൊടുത്തു. എന്താണ്? RSSകാരുടെയോ എന്താണ് വിവരം ചോർത്തിയത്? എങ്ങനെയാണ്? പോലീസിന്റെ ഡാറ്റാ ബാങ്കിൽ നിന്നും RSSകാരുടെ വിവരങ്ങൾ ആർക്ക്? SDPIക്കാർക്ക് ചോർത്തി കൊടുത്തു എന്നായിരുന്നു മേലാവിൽ നിന്ന് മേലധികാരി, മറ്റേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവൻ, ആ മൂത്തവൻ, അയാൾ കൊടുത്ത റിപ്പോർട്ട്. അപ്പോൾ അനസ് വിവരാവകാശ കമ്മീഷനിൽ നിന്നും എടുത്തു. എന്താണ് എടുത്തു? ആ രേഖ ഞാൻ കാണിച്ചു തരാം. കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾ. അതിൽ പറയുന്നു, ചോദിച്ചത് എന്താണ്? RSSകാരുടെ എന്തെങ്കിലും വിവരങ്ങൾ സെപ്പറേറ്റ് ആയി പോലീസ് ഡാറ്റാ ബാങ്കിൽ സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും സൂക്ഷിക്കുന്നില്ല എന്ന് പോലീസിൽ നിന്ന് തന്നെ വിവരം കിട്ടി. അനസ് രക്ഷപ്പെട്ടു. അങ്ങനെ ഒന്നും സൂക്ഷിക്കുന്നില്ല. ഒരു സംഘടനയുടെയും അങ്ങനെയുള്ള കൃത്യം കണക്കൊന്നും സൂക്ഷിക്കുന്നില്ല. അത് കിട്ടിയതോടുകൂടി അനസ് രക്ഷപ്പെട്ടു. ദൈവമേ, രക്ഷപ്പെട്ടു. അനസ് അങ്ങനെ അതുകൊണ്ട് ട്രിബ്യൂണലിൽ കൊടുത്തു. പോലീസ് ഡാറ്റാ ബാങ്കിൽ അങ്ങനെ വിവരങ്ങളൊന്നുമില്ല. അത് RC ഡീറ്റെയിൽസ് ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് എടുത്ത് ഷാനവാസിന് കൊടുത്തതാണ്. അന്ന് രാത്രി ആ ബൈക്കിൽ വന്ന ഇവരൊക്കെയാണ്. ഇവർക്ക് കഞ്ചാവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ, പ്രാദേശികമായി അന്വേഷിക്കാൻ, അവർക്ക് പ്രാദേശിക രാഷ്ട്രീയക്കാരല്ലേ, അങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞ് അനസ് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ അനസ് കുറ്റക്കാരനല്ല, അനസിന് തീവ്രവാദ ബന്ധമില്ല എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കണ്ടെത്തി. ഇനി അനസ് സർവീസിൽ തിരിച്ചു കയറുക എന്നത് നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലിരിക്കുന്ന ഫയലാണ്. ആഭ്യന്തര വകുപ്പ് ഇതൊക്കെ അറിഞ്ഞു കാണും ഇതിനകം തന്നെ.